പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷൻ CPMന്റെ ഡി ദിനേശൻ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. മുന്നണി ധാരണപ്രകാരമാണ് രാജി. ഇനിയുള്ള 2 വർഷക്കാലം CPIക്കാണ് ഉപാധ്യക്ഷ പദവി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നഗരസഭാ സെക്രട്ടറിക്ക് മുൻപാകെയാണ് ഡി ദിനേശൻ രാജി സമർപ്പിച്ചത്. ഇനി അടുത്തൊരു ഇലക്ഷൻ നടത്തി നിങ്ങൾ അങ്ങോട്ട് മാറുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ അത് എൽ ഡി ഞാൻ അറിഞ്ഞില്ല രാജേഷായി ആദ്യത്തെയും അവസാനത്തെയും 2 വർഷക്കാലം CPIക്കും 1 വർഷം CPMനുമായിരുന്നു ഉപാധ്യക്ഷ സ്ഥാനം. ഇതിൽ CPMനായി നൽകിയ സ്ഥാനത്തേക്കാണ് 1 വർഷം മുമ്പ് ഡി ദിനേശൻ വൈസ് ചെയർമാനായി അധികാരത്തിലെത്തിയത്. നഗരസഭ ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ ഡി ദിനേശനാണ് പുനലൂർ നഗരസഭയിലേക്ക് 100 കോടി രൂപയുടെ ബഡ്ജറ്റും അവതരിപ്പിച്ചത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾക്കാണ് ഡി ദിനേശൻ നേതൃത്വം നൽകിയിട്ടുള്ളത്. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ LDF അധികാരത്തിൽ വന്നിട്ട്, ഈ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് 3 വർഷവും 2 മാസവുമായി. പാർട്ടിയും LDFും ആദ്യത്തെ 2 വർഷം LDFിന്റെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനവും അതോടൊപ്പം മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും ഏൽപ്പിച്ച് ആ 2 വർഷക്കാലം പാർട്ടി ഏൽപ്പിച്ച ചുമതല വളരെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലം നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണ പ്രകാരം വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഞാൻ രാജിവെക്കുകയാണ്. പുനലൂർ നഗരസഭയിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിന്ന നഗരസഭയായിരുന്നു. എന്നാൽ ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന് ആദ്യത്തെ 2 വർഷക്കാലം ശ്രീ VP ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലും കഴിഞ്ഞ 1 വർഷക്കാലം വൈസ് ചെയർമാൻ എന്നുള്ള നിലയിലും നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിനും നല്ല രീതിയിലുള്ള പ്രവർത്തനം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ വിഭാഗം ഈ കാര്യത്തിൽ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പുനലൂർ നഗരസഭ സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. കുടിശ്ശികളെല്ലാം പിരിച്ചെടുക്കുന്നതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 1 വർഷക്കാലം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 1 വർഷക്കാലം നഗരസഭാ ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ എല്ലാം സഹകരണത്തോടുകൂടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 2-3 മാസത്തിനകം അതിന്റെ പണി പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കുന്ന പ്രവർത്തനം വളരെ ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുനലൂരിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 1 വർഷക്കാലം ആ പ്രവർത്തനം നല്ല രീതിയിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് പ്രവർത്തിച്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, റവന്യൂ വിഭാഗം ജീവനക്കാർ, നഗരസഭാ ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, അതുപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.
പുനലൂർ ഗ്രേസിംഗ് ബ്ലോക്ക് കൗൺസിലർ കൂടിയാണ് ഉപാധ്യക്ഷ സ്ഥാനം രാജിവെച്ച ഡി ദിനേശൻ. പുതിയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരാണ് CPIയുടെ സാധാ പട്ടികയിലുള്ളത്. ഇത് സംബന്ധിച്ച പാർട്ടിക്കുള്ളിൽ ചർച്ചകളും സജീവമായി കഴിഞ്ഞു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.